ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റെഫി ജിമിൻ. നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്റെ അഷ്യൂർ പോളിസിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കുറച്ച് കവറേജ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓപ്ഷണൽ കവേഴ്സ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ പുതിയതായിട്ട് പോളിസി എടുക്കാൻ പോകുന്നവർക്കും ഓൾറെഡി അഷ്യൂർ പോളിസി എടുത്തവർക്കും ഒരേപോലെ തന്നെ ഈ ഒരു ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അഷ്യൂർ പോളിസി എടുത്തവരാണെന്നുണ്ടെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കാരണം നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ മാത്രം പോരല്ലോ. അപ്പം നമ്മുടെ പ്ലാനിൽ നമുക്ക് എന്തൊക്കെ കവറേജ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ കൂടുതൽ കവറേജ് എന്താണോ ഉള്ളത് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ കവറേജ് കിട്ടും എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ ഈ അഷ്യൂർ പോളിസിയിൽ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സമ്മിഷേർഡ്. നമുക്ക് സ്റ്റാർട്ടിങ് 5 ലക്ഷമായിരുന്നു നമ്മുടെ സമ്മിഷേർഡ്. 5 ലക്ഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 ലക്ഷമാണ് വരുന്നത്. ഇപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു 7.5 ലാക്സ് കൂടെ സമ്മിഷേർഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് 10 വേണ്ട എന്നാൽ 5 വേണ്ട, ഇതിനിടയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയതാണ് 7.5 ലാക്സ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും മിനിമം ഒരു 10 ലക്ഷത്തിൻ്റെയെങ്കിലും ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് ഇയർലി കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മിനിമം ഒരു 10 ലക്ഷമെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതൊക്കെയായിരുന്നു നമുക്ക് കവറേജ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഇപ്പോൾ യോഗയും നാച്ചുറോപ്പതിയും കൂടെ ഈ ഒരു പ്ലാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സമ്മിഷേർഡ് വരെ കവറേജ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ. നമുക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ടെലി കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് AI ഫേസ് സ്കാന്. ഇത് നമ്മുടെ ആപ്പ് വഴിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്റ്റാർ ഹെൽത്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ പോളിസിയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ വെച്ച് OTP എടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഫസ്റ്റിൽ തന്നെ AI ഫേസ് സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ ഫേസിനെ ഫ്രണ്ടായിട്ട് നമ്മളൊന്ന് കുറച്ചിരുന്ന് ഹോൾഡ് ചെയ്യുക. അതിനകത്ത് കാണിച്ചിരിക്കും. അത്രയും ടൈം നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വൈറ്റൽസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുക. നമ്മുടെ BP യുടെ ലെവല്, ഹാർട്ടിന്റെ ലെവല്, നമ്മുടെ ഓക്സിജൻ ലെവല്, അങ്ങനെ കുറച്ച് നമ്മുടെ വൈറ്റൽസ് ഒക്കെ അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്കൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷനിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഈ സ്റ്റാർ ഹെൽത്തിന്റെ അഷ്യൂർ പോളിസിയിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചറാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. അപ്പൊ അതിലാണ് ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു സെയിം ഇൽനെസ്സിനാണ് നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവുന്നതെങ്കിൽ അതൊരു 45 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും റീസ്റ്റോർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ക്ലെയിം വന്നു. 10 ലക്ഷം രൂപയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ക്ലെയിം കിട്ടി. ഈ സെയിം അസുഖത്തിന് ഇനി നമുക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ ഇനി അടുത്ത റീസ്റ്റോറേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന 10 ലക്ഷമാണ്. ആ 10 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പൊ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നെക്സ്റ്റ് ഡേ ആണെങ്കിലും നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ സെയിം ഇൽനെസ്സിന് വീണ്ടും അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ 45 ദിവസം കഴിഞ്ഞു മാത്രമേ ഈ റീസ്റ്റോറേഷൻ, അതായത് അടുത്ത 10 ലക്ഷം രൂപ കവറേജ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോ 10 ലക്ഷം രൂപ ക്ലെയിം വന്നു, നമുക്കത് കംപ്ലീറ്റ് ആയിട്ടും കിട്ടി. ഇനി അതേ വ്യക്തിക്ക് തന്നെ മറ്റെന്തെങ്കിലും അസുഖമായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് മറ്റെന്തെങ്കിലും അസുഖമായിട്ടാണ് അഡ്മിറ്റ് ആവുന്നതെങ്കിൽ നമുക്ക് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. സെയിം ഇൽനെസ്സിനാണ് നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവുന്നതെങ്കിൽ അത് 45 ദിവസം കഴിഞ്ഞ് മാത്രമേ റീസ്റ്റോറേഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇനി ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം. നമ്മൾ സെയിം 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്തു. നമുക്കൊരു ക്ലെയിം വന്നു. 6 ലക്ഷം രൂപ ക്ലെയിം വന്നു, നമുക്ക് കിട്ടി. വീണ്ടും ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവുകയാണ്. സെയിം വ്യക്തി സെയിം ഇൽനെസ്സിന് വീണ്ടും അഡ്മിറ്റ് ആവുകയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള 4 ലക്ഷം രൂപ വരെ നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. റീസ്റ്റോറേഷൻ മാത്രമേ 45 ഡേയ്സ് കഴിഞ്ഞ് അവൈലബിൾ ആയിരിക്കുള്ളൂ. നമ്മുടെ ബാക്കി സമ്മിഷേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കി ബോണസ് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്ലെയിം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, പുതിയതായിട്ട് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 45 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഏർലി എൻട്രി ഡിസ്കൗണ്ട് ആയിട്ട് ഒരു 5% ഡിസ്കൗണ്ട് നിങ്ങളുടെ പ്രീമിയത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളൊരു 45 ബിലോ ഏജിലാണ് ഈ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ മാക്സിമം ഒരു 3 വർഷത്തേക്ക് ഒന്നിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. 3 വർഷം ഒന്നിച്ചെടുക്കുമ്പോൾ 3 വർഷത്തേലും നമുക്ക് ഈ 5% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തെ എമൗണ്ട് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും 5% ഡിസ്കൗണ്ട് ആണെങ്കിൽ.
അത് മാത്രമല്ല നമുക്ക് ഓൾറെഡി ലോങ് ടേം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 10% വീതം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് 3 വർഷം എടുക്കുമ്പോൾ. അതിന് പുറമെ അഡീഷണലി ഈ ഒരു 5% കൂടെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും 3 വർഷത്തെ പേയ്മെന്റ് ചിലപ്പോൾ ഫുൾ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് EMIയും അവൈലബിൾ ആണ്. മന്ത്ലി നമുക്ക് EMI അടയ്ക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെന്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന് EMI ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് EMI ആയിട്ട് മന്ത്ലി EMI സ്കീമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. അതായത് നമുക്ക് ആധാർ OTP ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 600 എങ്കിലും സിബിൽ സ്കോർ, നല്ലൊരു സിബിൽ സ്കോർ ആവശ്യമാണ്. നിങ്ങൾക്ക് പാൻ കാർഡ് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അതിൽ നിങ്ങളുടെ ആ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഗൂഗിൾ പേയോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി EMI ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് അടയ്ക്കാം. ഇപ്പൊ 3 വർഷത്തേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു 5 to 10% മാത്രമേ ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് 24 മാസം വരെ EMI ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി EMI ആയിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡിസ്കൗണ്ട് കിട്ടും. എന്നാൽ നമുക്ക് ഒന്നിച്ചൊരു പേയ്മെന്റ് അടയ്ക്കേണ്ട, മന്ത്ലി ആയിട്ട് അടച്ചാൽ മതി. അപ്പൊ നമ്മുടെ റിന്യൂവല് വരുന്ന ഈ 3 വർഷത്തേക്ക് നമുക്ക് റിന്യൂവല് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോളിസി നമ്മൾ അടയ്ക്കാൻ മറന്നു ഇങ്ങനെയുള്ള ഒരു കാര്യം നോക്കേണ്ട. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ മന്ത്ലി ഇത് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പൊക്കോളും. ഇനി നമുക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലെയിം കിട്ടുകയും ചെയ്യും. നമ്മൾ മന്ത്ലി EMI ആയിട്ട് തന്നെ അടച്ചാലും മതി. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രീമിയം ചേഞ്ച്. അതായത് നമുക്ക് ഓൾറെഡി സോൺ A, B, C എന്ന് 3 സോൺ ആയിട്ടാണ് തിരിച്ചിരുന്നത്. ഇപ്പൊ ഒരു സോൺ കൂടെ വന്നിട്ടുണ്ട്, സോൺ D എന്ന്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ Bയിലാണ് ട്രിവാൻഡ്രം, എറണാകുളം വന്നിരിക്കുന്നത്. മെട്രോ സിറ്റീസ് ആണ് നമുക്ക് സോൺ Bയിലാണ് വന്നിരിക്കുന്നത്. ദെൻ സോൺ Cയില് കൊല്ലം, വയനാടാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ പ്രീമിയം കുറവായിരിക്കും സോൺ Cയില്. ബാക്കിയുള്ള ഡിസ്ട്രിക്ട് എല്ലാം, കേരളത്തിലെ ബാക്കിയുള്ള ഡിസ്ട്രിക്ട് ഒക്കെ വരുന്നത് സോൺ Dയിലാണ്. അതിൽ കുറച്ചുകൂടെ വീണ്ടും പ്രീമിയം കുറവാണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പോളിസിയിൽ നമുക്ക് വന്ന കുറച്ച് ചേഞ്ചസ്. ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷണൽ കവേഴ്സ് കൂടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പുതിയതായിട്ട് പോളിസി എടുക്കുന്നവർക്കും ഓപ്ഷണൽ കവേഴ്സ് ആഡ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പോളിസി എടുത്തവർക്ക് നിങ്ങളുടെ ഈ പോളിസിയിൽ ഈ ഒരു ഓപ്ഷണൽ കവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കും റിന്യൂവൽ ടൈമിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പോളിസിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷണൽ കവേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽത്ത് ബൂസ്റ്റർ. നമ്മൾ 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമ്മിഷേർഡ് ഒരു ബോണസ് പോലെ ആഡ് ആയി കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 20 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് എടുത്തേക്കുന്നതെങ്കിൽ 7 വർഷം കണ്ടിന്യൂസ് ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ 8ാമത്തെ വർഷം ഈ ഒരു 20 ലക്ഷം രൂപ ബോണസ് ആയിട്ട് വീണ്ടും ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലെയിം ഒന്നും എടുക്കുന്നവരല്ല. ക്ലെയിം വർഷങ്ങളായിട്ട് ക്ലെയിം എടുക്കാതെ കറക്റ്റായിട്ട് തുടർന്ന് അടച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കൊരു ചെറിയൊരു അഡീഷണൽ എമൗണ്ട് കൊടുത്ത് ഇതുകൂടെ ആഡ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ വരുന്ന ചെറിയ എമൗണ്ട് ഒക്കെയാണ് വരുന്നത്. ഒരു ചില ഏജിനനുസരിച്ചിട്ട് ചെറിയ എമൗണ്ട് ഒക്കെ ഇതിനകത്ത് അഡീഷണലി വരുന്നുള്ളൂ. പക്ഷെ കവറേജ് വരുമ്പോൾ നല്ലൊരു കവറേജ് ആയിരിക്കും ആഡ് ആയി കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ഇതിനകത്ത് OP കവറേജ് വരുന്നുണ്ട്. ബിലോ 55 ഏജ് ഉള്ളവർക്ക് മാത്രമായിരിക്കും OP കവറേജ് വരുന്നത്. അത് 4 കൺസൾട്ടേഷൻ അല്ലെങ്കിൽ 8 കൺസൾട്ടേഷൻ എന്ന രീതിയിൽ നമുക്ക് OP ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിനകത്ത് ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ കൂടുതൽ മെഡിസിനോ ലാബ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും കവർ ചെയ്യില്ല. ആ ഡോക്ടറിന്റെ ഫീസ് മാത്രമേ ഇതിൽ കവർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് E-കണക്ട്. അത് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ക്യാഷ്. നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പോളിസി തന്നെ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പോളിസി ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ അസുഖമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് അഷ്യൂർ പോളിസിയിൽ ക്ലെയിം അവിടെ ക്യാഷ്ലെസ്സോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ ക്ലെയിം കിട്ടുന്നതായിരിക്കും. അതിന് പുറമെ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ദിവസങ്ങളിൽ 1000 രൂപ വെച്ച് നമുക്ക് കസ്റ്റമറിന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോളിസിയിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, പേഴ്സണൽ ആക്സിഡന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു പോളിസിയിൽ ഇല്ലാത്തൊരു കവറേജ് ആയിരുന്നു ആക്സിഡന്റൽ കവറേജ്. നമുക്ക് അഡ്മിറ്റ് ആവുന്ന ആക്സിഡന്റൽ കവറേജ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്, ഡേ 1 തൊട്ട് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആക്സിഡന്റ് വഴി ഒരു ഡെത്തോ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റിയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കവറേജ് ഇപ്പോൾ ഒരു പോളിസിയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇതും നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് വഴി ഡെത്ത് അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നമ്മുടെ സമ്മിഷേർഡ് വരുന്നത് ആ ഒരു എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോളിസിയിൽ വന്ന ചേഞ്ചസ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. അപ്പം നമ്മുടെ ഇതിനകത്ത് ഒരു 5% ഡിസ്കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു 45 ബിലോ ഏജ് ഉള്ളവർ പുതിയതായിട്ട് എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റു കമ്പനിയിൽ നിന്നും നമ്മൾ പോർട്ട് ചെയ്ത് വരുന്നവർക്കും അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്തിന്റെ തന്നെ മറ്റൊരു പ്ലാനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർക്കൊന്നും ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കില്ല. അപ്പൊ നമ്മൾ പുതിയതായിട്ട് 45 ബിലോ ഏജ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അപ്പൊ ഈ അഷ്യൂർ പോളിസിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാറിനെ ആ ഒരു അഷ്യൂർ പോളിസിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു അഷ്യൂർ പോളിസി അല്ലെങ്കിൽ സ്റ്റാറിന്റെ മറ്റേതെങ്കിലും പ്ലാൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ നമ്പർ 8943892639. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.